ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്. ഹലോ. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ അല്ല, അങ്ങനെ ഫസ്റ്റത്തെ അമ്മ മറ്റേത് എത്ര നീമ്പുളിയുടെ ഇത് ഭയങ്കര വിളിച്ചടാ. അത് കഴിഞ്ഞല്ലേ? കഴിഞ്ഞല്ല അല്ലെ, ലാസ്റ്റ് അങ്ങനത്തെ അല്ലേ? ഓർമ്മയില്ല. എന്തായാലും എന്റെ ഓർമ്മ. ചത്താപ്പച്ചമ്മ കാണാൻ വന്നിട്ടുണ്ടായ ചത്താപ്പച്ച ഒരു അടിപൊളി പടാണ്. ഒരു മാസ് എന്റർടൈനർ ചോദ്യമുണ്ട്. ഫൈറ്റ് ആയിട്ടാ പറയല, ആ. എല്ലാം പറ. നല്ല 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 രീതിയിൽ എടുത്ത പടം. ഭയങ്കര മേക്കിങ്ങും ആ ഒരു ഫൈറ്റ് സീനെല്ലാം ഫൈറ്റ് സീൻസ് ആണ് കിടിലാണ് ഐറ്റം. കുറവൊന്നും പറയാനില്ല. അല്ലേടി ഇങ്ങനെ ആയാ മതിയായിരുന്നു അല്ലെ? കണ്ടിരിക്ക എത്ര സമയം പെട്ടെന്ന് ആ ഫസ്റ്റ് ഹാഫിൽ വേഗം പോയി. ഫോൺ നോക്കി ഫസ്റ്റ് ഹാഫിൽ പെട്ടെന്ന് പോയി. ഇങ്ങനെ പടത്തിൽ ആകെയുള്ള ഒരു ഒറ്റ നെഗറ്റീവ് അതാരാണ് അല്ലെങ്കിൽ എന്നാണ് മമ്മൂട്ടിയുടെ സൗണ്ട് മാത്രാണോ? അല്ല, ഓറില്ല, ഒരു ഈ ചങ്ങായി ഓറില്ല. അതുവരെ പടം നല്ല നൈസായിട്ട് പോയി. പിന്നെ നമ്മക്ക് അങ്ങനൊന്നുമില്ല. ഇവൻ വെറുതെ ഫേക്ക് ഇൻഫർമേഷൻ പറയാം. പുള്ളി എന്തിനു വന്നേന്ന് പോലും എന്തിനാ വന്നില്ല. എന്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാല് പുള്ളിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാ പടത്തില് അങ്ങനെ ഞാൻ ആ കോസ്റ്റ്യൂം എല്ലാം കൊടുത്ത് പുള്ളി അങ്ങ് എന്തോ ആക്കി ഇതായി. ആ സൗണ്ടാണ് വിറ്റ് വരുന്നത്. അത് വന്നപാട് മറ്റിവന്റെ ഒരു ഇതില്ലേ, അല്ല ഇവന്റെ മമ്മൂട്ടിന്റെ ഒരു മറ്റേ കൊമ്പല് വരുന്ന പ്രേതത്തിന്റെ ഒരു സിനിമയില്ലേ, പട്ടാളത്തിൽ ഭൂതം. അതിന്റെ ഒരു ചെറിയ സൗണ്ടിന്റെ ഇങ്ങനെ ഉണ്ടാവില്ല. നല്ല പോസിറ്റീവ് എന്തെങ്കിലും നെഗറ്റീവ് വേണ്ടേ? ചിലപ്പോ അതിന് വേണ്ടിട്ട് ഒരു കേട് ചെയ്ത് നമ്മൊന്നുമില്ല, നമ്മ പറയുന്നതാണ് ഇവൻ. പക്ഷെ ഫേക്ക് ശരിക്കും ഇല്ലല്ലോ പറയണ്ട ബ്രോ. പറഞ്ഞ അമ്മയിലൊന്നുമില്ലേ? ഇതിന് കിട്ടാറുണ്ട്. എല്ലാരും പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല പടാണ്. നല്ല ആ ഒരു ഒറ്റ കുറവ് മാത്രമേ സിനിമക്കുള്ളൂ. പുള്ളി ഒരിതില്ല അല്ലെ, എന്താ ഇങ്ങനെ കൊണ്ടുവച്ചിന് എനക്കൊന്ന് ആ ഒരു ഫുള്ള് ആ ഒരു കോസ്റ്റ്യൂമും മുടിയും എല്ലാം ആക്കി ആ പുള്ളിയുടെ ആ ഒരു ഇത് പോയി. എന്തോ ഒരു അല്ലാതെ നോർമൽ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു രസം ഉണ്ടാവും. സിനിമ നിർത്താനായി പറയുന്നത് അല്ല, നോർമൽ ഇപ്പൊ ഒരു ഭീഷ്മപർവത്തിന്റെ ലുക്കിലെല്ലാം വന്നാൽ തന്നെ അതൊരു കിടലാവും. ഇത് തലക്ക് എന്തോ കെട്ടിയിട്ട് മുടിയും വെച്ച് ഒരു ഷർട്ട് പിടിപ്പിച്ച് പ്രായമില്ലടാ. എന്തായാലും കാണുമ്പോ പ്രായമുണ്ട്. അല്ല അതില് വരുന്നത് അല്ല, ഇങ്ങനത്തെ ഇയാളില ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരാളല്ല വേണ്ടിയില്ലേ. ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ വേണം. പക്ഷെ ഏജ്ഡും ആയിരിക്കണം. ചെറുപ്പക്കാരനല്ല അടിപൊളിയായിരിക്കും. ഇവരെയും കാട്ടി ഇല്ലാതെ തമിഴ്നാട്ടിൽ നമ്മളെ മറ്റേ ആളില്ല, നീളം വെച്ചിട്ടില്ല ആളില്ലേ, അയാളെ കൊണ്ടുവന്നാ മുമ്പേ വന്നിട്ടുണ്ട്. അല്ല, ഇതിൽ ആസിഫ് അലി നൈസായിരിക്കും. ഇവര് വിശ്വരൂപം അറിയില്ല. മൊട്ടയാ അല്ല, തമിഴല്ലേ? കമലഹാസനാ. അതതിനെ കാട്ടി വലിയ വീട് ഇല്ല. കമലഹാസന നല്ല ഓറയാ മോനെ. ഇതിനെക്കാട്ട് ഡ്രസ്സിംഗ് എല്ലാം അങ്ങനെ ആക്കിയത്. ഡ്രസ്സിംഗും പിന്നെ ഡയലോഗും ഇമ്പാക്ട് തോന്നുന്നുണ്ടോ? ഇത് വരുന്നത് മമ്മൂട്ടിയാണ്, ആ ഇമ്പാക്ട് തോന്നില്ല. കണ്ട് അങ്ങനെ ഞാൻ മാക്സിമം സ്ലിപ്പ് ആയി. എന്നാലും ഇത് ഭയങ്കര കോമഡി ആയിപ്പോയി. അപ്പം അടുത്ത ഇനിയിപ്പം അല്ലെ കൊറേ വരാനുണ്ട്. അടുത്ത പടയിലും എല്ലാരും കൊറേ വരാനുണ്ട്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. നൈസാണ് കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, ലാസ്റ്റ് മാത്രം കുറച്ച് ഇതില്ലെന്നേലും. അത് മാത്രമില്ല, വേറൊന്നുമില്ല. അത് ഭയങ്കര ഒരു ഇതായിട്ട് പടത്തിനെ ബാധിക്കുന്ന ടൈപ്പ് ഉണ്ടാ. നമ്മളെ മൂടങ്ങ് പോകും. അതുവരെ പടം നല്ല രീതിയിൽ മമ്മൂട്ടി കുറച്ചും കൂടി ഏത് മനസ്സിലായി. അത് പടത്തിനെ ബാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ മമ്മൂട്ടി വരുന്നതിനെ നമ്മൾ കുറെ മൈൻഡ് ഇതുണ്ടല്ലോ, സീനായിരിക്കും. അത്രേ ഉള്ളൂ. അതുവരെ കാണും. എല്ലാരും വന്ന് കാണും. ബൈ.